വയനാട്ടിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഗണ്യമായ കുറവ് വന്നതിൽ യു.ഡി.എഫ് ക്യാമ്പിൽ ആശങ്ക. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് 70% കടന്നില്ല. രാഹുൽ ഗാന്ധി 2 തവണ വയനാട്ടിൽ മത്സരിച്ചപ്പോഴും മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയും ശക്തിയും തെളിയിക്കപ്പെട്ടിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ആ ശക്തി പ്രകടമായില്ലെന്നതാണ് യു.ഡി.എഫ് ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ലീഗ് കുത്തക മണ്ഡലമായി കരുതിപ്പോരുന്ന ഏറനാട് മണ്ഡലത്തിൽ പോലും പോളിംഗ് ശതമാനത്തിൽ കുറവാണ് കാണിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിൽ 66.39% പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസം തികയുന്നതിന് മുമ്പേ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാർക്ക് വിമുഖത ഉണ്ടെന്ന് പ്രകടമാക്കുന്നതാണ് പോളിംഗ് ശതമാനത്തിലെ കുറവ്. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് പ്രശ്നം. അതാണ് ആൾക്കാർക്ക് ഒരു മടി. രണ്ടാമത്തെ ഇലക്ഷൻ അല്ലേ, ഇതിപ്പോൾ 2 മാസം കൂടുമ്പോൾ ഇലക്ഷനാണല്ലോ. പല ബൂത്തുകളും ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്, അവിടെയൊക്കെ തിരക്ക് വളരെ കുറവാണ് തന്നെയാണ് റിപ്പോർട്ട്. എന്നാൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബാധിക്കില്ലെന്നാണ് BJP സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ശരിക്കും 10% അടുത്ത് 8% പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് BJPക്ക് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ മുഴുവനും വന്നു ചേർന്നിട്ടുണ്ട്. അതിലുപരിയായിട്ടുള്ള വോട്ടുകൾ, അതുകൊണ്ട് BJPയുടെ വോട്ട് ഷെയർ ഏറെ വർദ്ധിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ഗണ്യമായ കുറവ് മുന്നണികളുടെ പ്രതീക്ഷകൾ തകിടം മറിക്കാൻ പോകുന്നതാണ്. മണ്ഡലത്തിൽ മേൽക്കൈ അവകാശപ്പെടുന്ന യു.ഡി.എഫിന് പോളിംഗ് ശതമാനം കുറയുന്നത് ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. എന്നാൽ ഇത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.